നിർത്താവോ എവിടെ പോവാടാന്ന് മാരയോ നിർത്താവോ എവിടെ പോവാടാന്ന് മാരയോ നമ്മളെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കോമോയ്ക്ക് പോവാണ് കേട്ടോ. കോമോ ലാഗോയും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ചുമ്മാ ഒന്ന് ചുറ്റിയടിച്ചേക്കാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയതാ. മക്കളെ അബി എങ്ങോട്ടാ പോണേ? ലാഗോയിൽ പോണോ? ലാഗോ എന്ന് പറഞ്ഞാൽ ലേക്കാണ് കേട്ടോ ഇറ്റലിയില്. അപ്പൊ ഇവിടുന്ന് ഒരു എത്ര മണിക്കൂറുണ്ട് വിളിച്ചാ? 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എടുത്തു. രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോണെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ ഒരുങ്ങി പറക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് കണ്ടോ, കൊച്ചിന്റെ കൈ മുറിഞ്ഞതാ. കൊച്ചു സമ്മർ ക്ലാസ്സിന് പോയിട്ട് അവിടെ ഉരുണ്ട് വീണതല്ലേ? ആണോ? ഉണങ്ങിയില്ല. പക്ഷെ ഉണങ്ങിയില്ലേ? തൊടുമ്പോ വേദനയല്ലേ? അത് ഇച്ചിരി മാറിക്കോളൂ കേട്ടോ. സൂക്ഷിച്ചു കണ്ടൊക്കെ നടക്കണ്ടേ? അല്ല ഇങ്ങനെയൊക്കെ പറ്റും. പരാതിപ്പെട്ടിയാ. നമ്മൾ മിലാനിൽ നിന്ന് പോകുമ്പോൾ ബെർഗമോ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ലെക്കോ കോമോ ഭാഗത്തേക്ക് ഒരു 1.5 മണിക്കൂറുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് മിലാനിലേക്കും കോമോ ലെക്കോ ഭാഗത്തേക്കും ഒക്കെ ഏകദേശം 1.5 മണിക്കൂറാണ് കേട്ടോ യാത്രയുള്ളത്. നമ്മളിപ്പം ലെക്കോ ഭാഗത്തേക്കൂടെയാണ് കേട്ടോ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, സിറ്റിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഈ ഭാഗത്തേക്ക് കൂടുതലും കായലുകളും പുഴകളും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പും കുറച്ചുകൂടെ നമ്മുടെ അവിടുന്ന് ബെർഗമോ ആ സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോമോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കോമോ എന്ന് പറഞ്ഞ സ്ഥലം ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വെഡ്ഡിങ് റിസപ്ഷനും പരിപാടികളും ഒക്കെ നടന്ന ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി 2018 തോന്നുന്നു, തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ, ദീപിക പദുക്കോണിൻ്റെ മാരേജ് ഫംഗ്ഷൻ നടന്നത് കോമോയിലാണ് കേട്ടോ. ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ് ഇത്, ഈ കോമോ എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായൊരു ലേക്ക് ഇവിടെ ഇറ്റലിയിലുള്ളപ്പം നമ്മളെങ്ങനെയാണ് ഒരു ദിവസം വരാതിരിക്കുന്നത്? നേരത്തെ വന്നപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് വന്നു പോയിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഒരു ദിവസം ഒന്നും ഫുള്ളായിട്ട് എടുത്ത് ബോട്ട് സർവീസൊക്കെ നടത്തി അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പണ്ട് ഇറ്റലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു, നീ എന്തൊരു ലക്കിയാണ്, എത്രയും രസമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളത്, നിനക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ ഓരോ സിനിമകളിലും, പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമകളിലൊക്കെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. ഓഫ് കോഴ്സ് ഫിലിമിൽ വരുമ്പം ഇതിൻ്റെ മനോഹാരിത കുറച്ചുകൂടെ കൂടുള്ളൂ. നമ്മളെടുക്കുന്ന വീഡിയോസ് പോലെയൊന്നും ആയിരിക്കത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ ലക്കിയാണ് കേട്ടോ. ഇത്രയും നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കുവേ. ഇറ്റലി ശരിക്കും ഒരു ചെറിയ രാജ്യമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ മനോഹാരിത, കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടെ 2 തരത്തിലുള്ള കാലാവസ്ഥയാണ്. നാടാറ് മാസം കാടാറ് മാസം എന്ന് പറയുന്ന പോലെ 6 മാസം തണുപ്പും, അതായത് നല്ല മഞ്ഞും വീഴും കേട്ടോ. പിന്നെ ചൂടും. ഈ ചൂട് കാലത്താണ് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണേ. അതും ഒരു വലിയ പ്രശ്നമാണെന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെയുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇവർക്ക് തണുപ്പത്ത് പോകുന്ന മൗണ്ടൻസും ഉണ്ട്, അല്ലാതെ ചൂടത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ മടിയാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചൂടുകാലാവാൻ നോക്കിയിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇറ്റലിയിലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാവേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാം കേട്ടോ.